വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾക്ക് സെറ്റ് എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കോർഡിനേഷൻ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലിഗാൻഡ് ക്യാൻ എക്സിബിറ്റ് ലിങ്കേജ് ഐസോമറിസം? ഓപ്ഷൻ എ CN-, ഓപ്ഷൻ ബി Cl-, ഓപ്ഷൻ സി NH3, ഓപ്ഷൻ ഡി H2O. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ ലിഗാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. ലിഗാൻസിൻ്റെ ഡെൻറ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലിഗാൻഡ് ആണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി സയനോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ക്ലോറോ ഒരു മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണല്ലോ, നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഓപ്ഷൻ സി അമോണിയയും ഒരു മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. വാട്ടറും നമ്മൾക്കറിയാം മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. എന്നാൽ ഓപ്ഷൻ എ സയനോ നോക്കൂ. സയനോ ലിഗാൻഡിന് മെറ്റലിനോട് എങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാം? CN എന്നുള്ള രീതിയിലും ബോണ്ട് ഫോം ചെയ്യാം, അതേപോലെ NC. സയനേറ്റോ അതേപോലെ ഐസോസയനേറ്റോ രണ്ട് ടൈപ്പിൽ ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെറ്റൽ ആറ്റത്തിനോട് ലിഗാൻഡ് എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതിൽ മാറുന്നതിന്. അപ്പോൾ നമുക്കറിയാം ചില കോംപ്ലക്സുകളിൽ സയനോ ആയിട്ട് തന്നെ ആയിരിക്കാം, ചില കോംപ്ലക്സുകളിൽ അയസോസയനോ ആ ഒരു രീതിയിൽ CN ഗ്രൂപ്പ് ബൈൻഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാലും അത് ലിങ്കേജ് ഐസോമറിസത്തിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും. അതായത് ലിഗാൻഡ് അതിൽ ലിങ്ക് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ സയനോ ലിഗാൻഡ് വരുമ്പോഴാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്. സയനോ അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് NO2. ഇതൊക്കെ നമ്മളുടെ ആംഫിഡെൻറ്റേറ്റ് ലിഗാൻസിൻ്റെ കേസിൽ നമ്മൾ പറയുന്നതാണ്. അതേപോലെ SCN ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് ഈസ് ലൈക്ലി ടു ബി ലോ സ്പിൻ? താഴെ തന്നിരിക്കുന്നതിൽ ലോ സ്പിൻ കോംപ്ലക്സുകൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് FeH2O 6 times 2+, ഓപ്ഷൻ ബി കോബാൾട്ട് Zn 6 times 3-, ഓപ്ഷൻ സി MnCl6 4-, ഓപ്ഷൻ ഡി FeF6 3-. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോ സ്പിൻ കോംപ്ലക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു മെറ്റൽ ആറ്റത്തിൽ d ഓർബിറ്റൽസ് ഉണ്ട്. ആ 5 d ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മെറ്റൽ ആറ്റത്തിലേക്ക് ലിഗാൻഡ് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ലിഗാൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് d ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ആവുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആ d ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ d ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് വരുന്ന ലിഗാൻഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആ d ഓർബിറ്റൽസ് ഇപ്പോൾ ഒരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അവിടെ d ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2G എന്ന് പറയുന്ന 3 സെറ്റുള്ള ഒരു ഗ്രൂപ്പും അതേപോലെ EG എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പുമായിട്ടും സ്പ്ലിറ്റ് ചെയ്യും. വരുന്ന ലിഗാൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻസ് ആണെങ്കിൽ ഇവിടെയുള്ള ഈ എനർജി ഗ്യാപ്പ്, ഈ ഒക്ടാഹിഡ്രൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം, ഇപ്പോൾ ജനറൽ ആയിട്ട് പറയാം, ഇതിപ്പോൾ ഒക്ടാഹിഡ്രലിൻ്റെ കേസ് ഓക്കെ. ഇപ്പോൾ ഈ ഒരു എനർജി ഗ്യാപ്പ് വളരെയധികം കൂടുതലായിരിക്കും. ആ കേസിൽ നമുക്ക് പറയാം ഈ
ലോവർ ഓർബിറ്റൽസിൽ മാക്സിമം ഇലക്ട്രോണുകൾ ഒക്കുപ്പൈ ചെയ്ത് അവിടെ തന്നെ പെയറും ചെയ്ത ശേഷം ബാക്കി ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഹയർ എനർജി ഓർബിറ്റലിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം മാക്സിമം പെയറിങ്ങും ഈ കേസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സുകൾ എന്തായിരിക്കും? ലോ സ്പിൻ കോംപ്ലക്സുകൾ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം? സ്ട്രോങ് ലിഗാൻഡ് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന കോംപ്ലക്സുകളായിരിക്കും ലോ സ്പിൻ കോംപ്ലക്സുകൾ. എന്നാൽ ഇവിടെ വരുന്ന ലിഗാൻഡ് അത്രയധികം സ്ട്രോങ് ഒന്നും അല്ലെങ്കിൽ ഈ എനർജി ഗ്യാപ്പ് വളരെയധികം കുറവായിരിക്കും. എനർജി ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഈ ഇലക്ട്രോൺ ഫില്ലിങ്ങും എല്ലാ ഓർബിറ്റൽസും സിംഗ്ലി ഒക്കുപ്പൈ ചെയ്ത ശേഷം മാത്രമേ പെയറിങ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈസ്പിൻ കോംപ്ലക്സുകൾ, മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺസുകളുള്ള ഹൈസ്പിൻ കോംപ്ലക്സുകളായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ നമ്മളുടെ ലിഗാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക. അപ്പോൾ ലിഗാൻഡിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൽ ലിഗാൻഡ് അറേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ലിഗാൻഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ അക്വ, ക്ലോറോ, ഫ്ലൂറോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വീക്ക് ലിഗാൻഡ് ഫീൽഡുകളാണ്. അഥവാ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈസ്പിൻ കോംപ്ലക്സുകളായിരിക്കും. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നത് സയനോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ലോ സ്പിൻ കോംപ്ലക്സ് തരുന്നത് സയനോ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ മാഗ്നറ്റിക് മോഡ് ഓഫ് crystal field splitting energy delta O? Option A, charge on the metal ion. Option B, nature of the ligand. Option C, geometry of the complex. Option D, all of the above. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ ഒയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മെറ്റൽ ആറ്റം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതേപോലെ ലിഗാൻഡ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതേപോലെ ജിയോമെട്രി ഓഫ് ദി കോംപ്ലക്സ് എല്ലാം നമ്മൾ പഠിച്ചതിൽ വരുന്നതാണ്. അപ്പം നമുക്ക് പറയാം ചാർജ് ഓഫ് ദി മെറ്റൽ അയൺ എന്ന് പറയുന്നത് നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് പറയാം പിന്നെ എന്താണ്, നേച്ചർ ഓഫ് ദി ലിഗാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ജിയോമെട്രി ഓഫ് ദി കോംപ്ലക്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് ഈ കേസിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ അയൺ ഈസ് മോർ പ്രോൺ ടു ഫോമിങ് ഹൈ സ്പിൻ കോംപ്ലക്സസ് ഈവൻ വിത്ത് മോഡറേറ്റ്ലി ഫീൽഡ് ലിഗാൻഡ്? താഴെ തന്നിരിക്കുന്നവയിൽ ഹൈസ്പിൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈവൻ മോഡറേറ്റ്ലി സ്ട്രോങ് ലിഗാൻഡ്, അതായത് സ്ട്രോങ് ലിഗാൻഡ്സ് വന്നാൽ പോലും, മോഡറേറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ്സ് വന്നാൽ പോലും ഹൈസ്പിൻ കോംപ്ലക്സ് തരുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇവിടെ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിയൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പഠിച്ചു മെറ്റൽ അയൺ. മെറ്റൽ അയണിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, 3D സീരീസിലുള്ള മെറ്റൽ അയേൺസ് കൂടുതലായിട്ടും എന്താണ് തരുന്നത് എന്നാണ് നമ്മൾ പഠിച്ച 3D സീരീസിലുള്ളത് ഹൈസ്പിൻ കോംപ്ലക്സുകളെ പ്രിഫർ ചെയ്യുന്നു. അതായത് അത് എന്തിൻ്റെ ബേസിലാണെന്ന് നമ്മൾ പഠിച്ചു, ലിഗാൻഡ് വരുന്നതിൻ്റെ ബേസിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾക്ക് നോക്കേണ്ടത്, പിന്നെ നമ്മൾ പറഞ്ഞു 4Dയും 5D സീരീസിലുള്ള മെറ്റലുകൾ കൂടുതലായിട്ടും ലോ സ്പിൻ കോംപ്ലക്സുകളെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന മെറ്റൽ അയോണുകളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മളുടെ മാംഗനീസ് എന്ന് പറയുന്നത് ഏതാണ്, 3D സീരീസിൽ വരുന്ന ഒരു മെറ്റൽ അയോൺ ആണ് അല്ലേ. അടുത്തത് റോഡിയം.
റോഡിയം ഏത് സീരീസിൽ വരുന്നതാണ്? നമുക്കറിയാം നമ്മളുടെ അയണിന് തൊട്ട് താഴെ വരുന്നതാണ് റോഡിയം അല്ലേ? അപ്പം അത് 4D സീരീസ് ആണ്. അതിനും തൊട്ട് താഴെ വരുന്ന ആളാണ് ഇറിഡിയം. അപ്പം നമുക്ക് എന്ത് പറയാം? ഇറിഡിയം എന്ന് പറയുന്നത് 5D സീരീസിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. അടുത്തതോ പ്ലാറ്റിനം. നമുക്കറിയാം അടുത്തത് നിക്കൽ 3D സീരീസിൽ വരുന്നതാണ്. അതിനുശേഷം പലേഡിയം, ദെൻ പ്ലാറ്റിനം. 5D സീരീസിൽ വരുന്ന എലമെന്റ് ആണ് ആര്? നമ്മളുടെ പ്ലാറ്റിനം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈ സ്പിൻ കോംപ്ലക്സ് തരുന്നത് ആരാന്നാണ്? 4Dയും 5Dയും പ്രിഫർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് കോംപ്ലക്സുകളാണ്? ലോ സ്പിൻ ആണ്. അപ്പോൾ ഇവിടെ ഹൈ സ്പിൻ കോംപ്ലക്സ് തരാൻ ചാൻസ് ഉള്ള ഒരേ ഒരാളാരാണ്? നമ്മളുടെ മാംഗനീസ് ആണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം അത് ഓർത്ത് വെക്കുക. മെറ്റൽ അയണിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് കോംപ്ലക്സ് ഫോർമേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ മെറ്റൽ അയണിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് predict the number of unpaired electrons and spin only magnetic moment at 25 degrees Celsius for the following complexes. ഫസ്റ്റ് കോംപ്ലക്സ് തന്നിരിക്കുന്നത് FeCN6 സെക്കൻഡ് കോംപ്ലക്സ് RuNH3 6 times 3+ ആണ്. നമുക്ക് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ആദ്യം നമുക്ക് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. FeCN6 നമ്മൾക്കറിയാം നമ്മൾ ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താ? നമ്മളുടെ മെറ്റൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സയനോ ലിഗാൻഡിൻ്റെ ചാർജ് നമുക്കറിയാം എന്താണ്? -1 ആണ് സയനോയുടെ ചാർജ്. അങ്ങനെയുള്ള 6 സയനോ ഉണ്ട്. അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയില്ല, എക്സ് എന്ന് കൊടുക്കാം. എത്രയാണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഈ കോംപ്ലക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? 4- ആണ്. അപ്പം നമുക്ക് എന്തായിരിക്കാം? എക്സ് എന്ന് പറയുന്ന വാല്യൂ +2 ആയാൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് അല്ലേ? അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അയണിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3D 6 4s 2 ആണ് അല്ലേ? അയൺ +2 Fe2+ ആവുമ്പോഴോ അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരും? 3D 6 ആണ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി FeCN6 ഒക്ടാഹിഡ്രൽ എൻവയോൺമെൻറ്റലിൽ അയൺ എങ്ങനെയായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക? T2G EG എന്ന് പറഞ്ഞ 2 സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സയനോ ലിഗാൻഡ് നമ്മൾ പഠിച്ചു, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതായത് ലോ സ്പിൻ കോംപ്ലക്സിനെ ആയിരിക്കും അത് പ്രിഫർ ചെയ്യുക. 6 ഇലക്ട്രോണും T2Gയിൽ തന്നെ ഫില്ല് ചെയ്യും, EGയിൽ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ് എന്ന് നമുക്ക് കിട്ടി? ഫസ്റ്റ് കേസിൽ 0 ആണ് ഫസ്റ്റ് കേസിലുള്ള നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അടുത്ത എലമെൻറ്റിനെ നോക്കാം. അടുത്ത എലമെന്റ് ആരാ? അല്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് റുദീനിയം കോംപ്ലക്സ് ആണ്. RuNH3 6 times 3+. നമുക്കറിയാം നമ്മളുടെ NH3 ലിഗാൻഡ് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ Ruൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും ആണല്ലോ. ഒരു കാര്യവും കൂടി നമുക്ക് നോക്കാം. Ru എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 3D 6 4s 2 ആയിരിക്കും. സോറി, 3D അല്ല 4D ആണ് ഇവിടെ വരുന്നത് അല്ലേ? നമുക്കറിയാം 4D സീരീസിൽ വരുന്ന എലമെൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 4D 6 5s2 ആണ് അല്ലേ? അപ്പോൾ Ru3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 4D 5 ആയിരിക്കും.
അതേപോലെ ഒരു കാര്യവും കൂടി നമ്മൾ പഠിച്ചു. 4D 5D സീരീസുകൾ നമ്മൾ ലിഗാൻഡിനെ നോക്കാണ്ട് തന്നെ നമുക്ക് പറയാം ലോ സ്പിൻ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G5 Eg0 അല്ലേ? അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന T2G5 എന്ന് പറയുമ്പോൾ അതിലുള്ള നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഈ കേസിൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0, ഈ കേസിൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 1. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഹൈ സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെൻറ്റും കൂടി നമ്മൾ പറയണം. 0 ആയിരിക്കുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 തന്നെയായിരിക്കും. 1 ആയിരിക്കുമ്പോൾ ഉള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് ഏകദേശം 1.73 ആയിരിക്കും. മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? √n+n+2 വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്, ഇവിടെ 1 ആണ്. √1 × 1+2 എത്രയാണ് വരിക? √3 ആണ് വരിക. ഏകദേശം 1.73 ആണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് വിൽ ബി ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്? അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇതാണ് FeCN6 3-. അപ്പോൾ നമുക്ക് തുടങ്ങാം. FeCN6 അതേപോലെ തന്നെ 3- എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിൽ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് Feൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോക്കാം. അതായത് സയനോ -1 ആണ്. അങ്ങനെ 6 സയനോ ഉണ്ട്. ആൻസർ എത്ര കിട്ടണം? -3 കിട്ടണം. എക്സ് അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ F 3+ ആണ് എന്ന് കിട്ടി. ഇനി അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 3D6 4s2 ആണ്. അപ്പോൾ Fe3+ൻ്റെ എത്ര വരും? 3D5 വരും. 3 ഇലക്ട്രോൺസ് പോകുമ്പോഴാണ് 3+ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്തുന്നത്. അപ്പോൾ 3D5 ആണ് നമ്മളുടെ അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ക്രിസ്റ്റൽ ഫീൽഡ് ഈ 5 ഇലക്ട്രോൺസ് എങ്ങനെയാണ്? സയനോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? T2Gയിൽ 5 ഇലക്ട്രോൺസും EGയിൽ 0 ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ CFSE കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. T2Gയിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ അത് ഇൻറ്റു -0.4 പ്ലസ് EGയിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത് ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു 0.6 ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ഓയിലാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ T2G5 EG0 ആണ്. അപ്പം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 5 ഇൻറ്റു -0.4 ഡെൽറ്റ ഒ പ്ലസ് ഈ വാല്യൂ 0 തന്നെയായിട്ട് പോകും. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? ഇത് 0 ഇൻറ്റു -0.4 ഡെൽറ്റ ഒ. അപ്പം നമുക്ക് ഏകദേശം 2.4 ഡെൽറ്റ ഒ ആണ് കറക്റ്റായിട്ട്. ഇതിൽ ഓപ്ഷൻ സി ആണ്. ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ഓയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 0.2 ഡെൽറ്റ. ഇവിടെ 2 അല്ല 0.2 ആട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. 5 ഇൻറ്റു 0.4 ആണ്. അപ്പോൾ 0.2 ഡെൽറ്റ ഒ ആണ് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T2Gയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു -0.4 ഡെൽറ്റ ഒ പ്ലസ് EGയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു 0.6 ഡെൽറ്റ ഒ. രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ദ നമ്പർ ഓഫ് ലൈൻസ് സ്പെക്ട്രോസ്കോപ്പി ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന് തന്നെ സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ലൈൻസ് എക്സിബിറ്റഡ് ബൈ ഹൈ റെസൊല്യൂഷൻ EPR spectra of the complex species Cu ethylene diamine twice 2 plus is. Nuclear spin value of copper is 3/2 and of nitrogen is 1. അപ്പോൾ ഓപ്ഷൻ എ 12 തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി 15 തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 36. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് ഏതൊക്കെ മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആ സ്പീഷീസുകളുടെ ഐ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ സിയുവിൻ്റെ ഐ വാല്യൂ 3/2 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നൈട്രജൻ്റെ ഐ വാല്യൂ 1 ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളുടെ കോംപ്ലക്സ് Cu2+ ആണ്. അതിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ആ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മാഗ്നറ്റിക്കലി, അതായത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോപ്പറിനോട് ആദ്യം ഇൻ്ററാക്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഓരോ പീക്കും മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അടുത്ത എലമെൻ്റ് ആയിട്ടുള്ള നൈട്രജനോട് ഇൻ്ററാക്ട് ചെയ്യും. എഗൈൻ അത് സ്പ്ലിറ്റ് ആവും. ടോട്ടൽ നമ്പർ ഓഫ് പീക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇലക്ട്രോണിൻ്റെ ഈ ഒരു പീക്ക് ആദ്യം കോപ്പറിനോട് ഇൻ്ററാക്ട് ചെയ്തിട്ട് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? നമ്മൾക്ക് ഇക്വേഷൻ അറിയാം, 2Ni+1 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. നമുക്കറിയാം ഇവിടെ 2 എത്ര കോപ്പർ ആറ്റം ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പഠിച്ചതല്ല, നമ്മളുടെ ഇക്വേഷനിൽ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് ഒരു കോപ്പർ ആറ്റം. കോപ്പർ ആറ്റത്തിൻ്റെ ഐ വാല്യൂ തന്നിട്ടുണ്ട് 3/2 + 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോൾ 3 + 1 4 പീക്കാണ് കോപ്പറിനോട് ഇൻ്ററാക്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഈ ഓരോ പീക്കും അടുത്ത ആരോട് ഇൻ്ററാക്ട് ചെയ്യും? അടുത്ത മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള നൈട്രജനോട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് 2 മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താ? 2n1i1 + 1 × 2n2i2 + 1 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ന്യൂക്ലിയസുകൾ വന്നാൽ, അപ്പോൾ നമ്മൾ കോപ്പറിൻ്റെ കേസിൽ നമുക്ക് 4 പീക്കും കിട്ടും എന്ന് പഠിച്ചു. ഇനി അപ്പോൾ നമുക്ക് നോക്കാം. ഇനി അടുത്ത മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള നൈട്രജൻ ഉണ്ട്. അപ്പോൾ 2 × n2i2 + 1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നൈട്രജൻ എത്രയുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. നൈട്രജൻ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 × Ni + 1. അപ്പം നമുക്ക് ഈ കേസിൽ 3 പീക്സ് ആണ് നമുക്ക് കിട്ടുക. 4 × 2 നമുക്ക് കിട്ടുമ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര പീക്കാണ് കിട്ടുന്നത്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ എത്ര മാഗ്നറ്റിക്കലി ആക്റ്റീവ് ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളത് നോക്കി നമ്മളുടെ സിമ്പിൾ ഇക്വേഷൻ ഒരു പീക്കിനെ അത് 2Ni + 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ബാക്കി നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം.